ട്രഷറി നിയന്ത്രണം കർശനമാക്കി ധനകാര്യ വകുപ്പ്. വെയ്സ് ആൻഡ് മീൻസ് പരിധി 10 ലക്ഷമായി കുറച്ചു. 10 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള ബില്ലുകൾ പാസാക്കുന്നതിന് ധനകാര്യ വകുപ്പിന്റെ പ്രത്യേക അനുമതി വേണം. സഫാൻ BP ചേരുകയാണ് വിവരങ്ങളുമായി. സഫാൻ, ഈ നിയന്ത്രണം കൊണ്ടുവരാനുള്ള കർശനമാക്കാനുള്ള ഒരു സാഹചര്യം എന്താണ് ഇപ്പോൾ? നാളെ ഇപ്പോൾ ധവളപത്രം ഇറങ്ങുന്ന ഒരു സാഹചര്യം കൂടിയൊക്കെ ഉണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു കടുത്ത നിയന്ത്രണത്തിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം എന്താണെന്നായിട്ട്? മഹേഷ് സൂചിപ്പിച്ച പോലെ ഒരു കടുത്ത നിയന്ത്രണം തന്നെയാണ് ധനകാര്യ വകുപ്പിന്റെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നത്. സാധാരണഗതിയിൽ ഈ സാമ്പത്തിക വർഷം അവസാനിക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള നിയന്ത്രണം ധനം വകുപ്പ് ഇത്തരത്തിൽ നിർദ്ദേശം നൽകാറുള്ളത്. വകുപ്പുകൾക്കും തദ്ദേശ സ്ഥാപനങ്ങൾക്കൊക്കെ നിർദ്ദേശം നൽകാറുള്ളത്. എന്നാൽ ഇപ്പോൾ ഇതുമായി സൂചിപ്പിച്ചതുപോലെ നാളെ നിയമസഭയിൽ ധവളപത്രം ഇറക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യുന്ന ധനം വകുപ്പ് ഇത്തരത്തിലൊരു നിയന്ത്രണം കൊണ്ടുവന്നിട്ടുള്ളത്. സാധാരണഗതിയിൽ ഈ സാമ്പത്തിക വർഷം അവസാനിക്കുന്ന ഘട്ടത്തിലായിരുന്നു ഇത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നത്. നേരത്തെ 25 ലക്ഷം രൂപയായിരുന്നു. 25 ലക്ഷത്തിന് മുകളിലുള്ള കാര്യത്തിനായിരുന്നു ഈ ധനവകുപ്പിന്റെ അനുമതി വാങ്ങേണ്ടതിന്. അത് 10 ലക്ഷം രൂപയായി കുറച്ചിരിക്കുകയാണ്. നിലവിൽ വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് എന്ന് മുഖ്യമന്ത്രി VD സതീശൻ അടക്കം ഒരുപാട് തവണ അധികാരത്തിലേറിയതിന്റെ സാഹചര്യത്തിൽ പറഞ്ഞിരുന്നു. ഇതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് നാളെ ധവളപത്രം ധനം വകുപ്പുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തിന്റെ ധനസ്ഥിതിയുമായി ബന്ധപ്പെട്ടൊക്കെ ധവളപത്രം പുറത്തിറക്കുന്നത്. അതിനിടയിൽ തന്നെയാണ് ഇത്തരത്തിലൊരു ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 30-നാണ് ഇങ്ങനെ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ 23-ന് കഴിഞ്ഞ സർക്കാർ KN ബാലഗോപാൽ ധനമന്ത്രിയായിരിക്കെ പ്രഖ്യാപിച്ചിരുന്നത് 25 ലക്ഷം രൂപ ഇത്തരത്തിൽ പരിധി നിശ്ചയിച്ചിരുന്നു. ആ പരിധിയാണ് ഇപ്പോൾ VDS സർക്കാരിന്റെ കാലത്ത് 10 ലക്ഷം രൂപയിലേക്ക് കുറച്ചിരിക്കുന്നത്. എത്ര കാലത്തേക്കാണ് ഉത്തരവ് എന്നതിനെ സംബന്ധിച്ചൊന്നും കൃത്യമായ ഉത്തരവിൽ പറയുന്നില്ല. അത്തരം അതിസാധാരണമായ നിലയിലുള്ള സാമ്പത്തിക പ്രതിസന്ധി സർക്കാർ നേരിടുന്നു എന്ന് മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പറയുകയും പ്രതിപക്ഷവും ഭരണപക്ഷവും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ വാഗ്വാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. സൂചിപ്പിച്ച പോലെ നാളെ നിയമസഭയിൽ മുഖ്യമന്ത്രി ധവളപത്രം അവതരിപ്പിക്കാനിരിക്കുകയാണ്. ഇതിനിടയിലാണ് ഇത്തരത്തിലൊരു നിയന്ത്രണം അസാധാരണമായി ഈ സാധാരണഗതിയിൽ ഈ സാമ്പത്തിക വർഷം അവസാനത്തേക്കൊക്കെ ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു നിയന്ത്രണത്തിലേക്ക് ധനവകുപ്പ് കടന്നിട്ടുള്ളത്. കടുത്ത നിയന്ത്രണം ട്രഷറികൾ ഏർപ്പെടുത്തുകയാണ്. വെയ്സ് ആൻഡ് മീൻസ് പരിധി 10 ലക്ഷമായി കുറച്ചിരിക്കുന്നു. നാളെ ധവളപത്രം ഇറങ്ങാൻ പോവുകയാണ്. അതിനു മുൻപാണ് കടുത്ത നിയന്ത്രണത്തിലേക്ക് ധനവകുപ്പ് പോകുന്നത് എന്നുള്ളതും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. എന്താകും അതിൻ്റെ ഒരു തീരുമാനം എടുക്കാനുള്ള സാഹചര്യത്തിലേക്ക് എത്തിയത് എന്ന് സ്വാഭാവികമായും മുഖ്യമന്ത്രി വിശദീകരിച്ചേക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.